അപ്പോഴും കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആങ്ങളുടെയും പെങ്ങളുടെയും ഒരു പന്ത് കളികളൊക്കെ ഉള്ള വീഡിയോ ആണ് കേട്ടോ. വീഡിയോ അതൊക്കെ ആണെങ്കിൽ തന്നെയും സംസാരങ്ങൾ വേറെ വേറെയാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ വർത്തമാനങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് എത്ര നേരം ഇരിക്കുമെന്ന് വിചാരിക്കും. അപ്പം അവരുടെ സംസാരങ്ങൾ കേൾക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഇടയ്ക്ക് ഇവന്മാർ പോകുന്നതൊക്കെ പണികളുണ്ട് കേട്ടോ. കൊച്ചച്ചന്മാരൊക്കെ അവന്മാരുടെ എല്ലിച്ചനുമൊക്കെ. അപ്പം മക്കൾ ഇത് പണിയുന്നുണ്ട്, ആ ഒരു സൗണ്ടും ഉണ്ട്. അപ്പോൾ കുറച്ചിടത്തൊക്കെ ഞാൻ എൻ്റെ വോയിസ് കൊടുത്തിട്ടുണ്ട്, കുറച്ചിടത്തൊക്കെ നമ്മുടെ പിള്ളേരുടെ ബഹളവുമാണ് കേട്ടോ. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർ കമൻറ്റൊക്കെ ഇടണം കേട്ടോ. വളർന്നു വരുന്നോറും നമ്മുടെ ചക്കിപ്പണ്ണ് ഭയങ്കര കുറുമ്പത്തിയായിട്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കുറുമ്പാണ്. അപ്പം ഇപ്പം ഇങ്ങനെ ഈ ഇച്ചിരിയായിട്ടൊക്കെ ചാടി കളിച്ച് എടുത്തുമൊക്കെ നിൽക്കുന്നത്. ആദ്യമൊന്നും ഇത്രയും അടുക്കത്തിലായിരുന്നു നമ്മുടെ അടുത്ത്. കുഞ്ഞ് വല്ലപ്പോഴൊക്കെ അല്ല ഇങ്ങോട്ട് വരുന്നുള്ളൂ. പക്ഷെ വളർന്നു വരുന്നോറും അവൾക്ക് നല്ലതായിട്ട് നമ്മളെ മനസ്സിലാവുന്ന എടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റേതായിട്ട് നമ്മുടെ അടുത്ത് അടുക്കുന്നുമുണ്ട് അവൾ. അല്ലെ മറ്റേ അങ്ങനെ അടുക്കില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നാമത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഇഷ്ടമാണ്. അതെൻ്റെ ഒരു കുഞ്ഞിലേ ഉള്ളൊരു ആഗ്രഹമാണ്. എനിക്ക് പെൺകുഞ്ഞുങ്ങളോട് ഒത്തിരി ഇഷ്ടമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്ന് വെച്ചാൽ പക്ഷേ എങ്കിലും ഒരു കുട്ടികളോടാണ് ഇഷ്ടം. കുഞ്ഞി പെൺപിള്ളേരെയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കൂട്ടുകാരെ കേട്ടോ. എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കും, എന്തിനാ നീ നിൻ്റെ കൊച്ചുമോന് കണ്ണെഴുതുന്നേ, പൊട്ട് തൊടുന്നേ, അങ്ങനെ ചെയ്തുകൂടാന്നൊക്കെ പറയും. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് അവനെ അങ്ങനെ ഒരുക്കുന്നതിലൊരു തൃപ്തിയാണ്. അവനെ ഒരുക്കുന്നതല്ല, അവൻ്റെ അച്ഛനെയും അവൻ്റെ കൊച്ചച്ചന്മാരെയും അവൻ്റെ അപ്പച്ചിയൊക്കെ നമ്മൾ അവൻ്റെ അച്ഛനെയൊക്കെ ഞാൻ 10 പഠിക്കുന്ന സമയത്തും +1 +2 പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ പിടിച്ച് കുളിപ്പീരൊക്കെ കഴിഞ്ഞിട്ട് പിടിച്ച് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് കിടത്തുമായിരുന്നു. അതെന്താണെന്ന് പെൺകൊച്ചിനെ കൊണ്ട് നടക്കുന്ന പോലായിരുന്നു കൊണ്ട് നടക്കുന്നത്, ഒരുക്കി കെട്ടി അപ്പൊ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഥകളൊക്കെയാണ് കൂട്ടുകാരെ. അതുകൊണ്ട് നമ്മള് കഥയിലോട്ട് കടക്കണോ വേണ്ടേ എന്നുള്ളൊരു ഇതിൽ നമ്മുടെ ചക്കിപ്പെണ്ണും അവിടെ ആങ്ങളെയും കൂടെ ഭയങ്കര പന്ത് കളിയാണ് കേട്ടോ. അപ്പം അവിടെ ഞായറാഴ്ച വന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് കൂട്ടുകാരെ. 2 ബോൾ എനിക്ക് എൻ്റെ ഏട്ടന് ഓരോരോ ഓണത്തിന് വാങ്ങിച്ചു തന്ന ബോളുകളാണ്. അപ്പം എൻ്റെ ആങ്ങളുടെ മക്കളിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വരാത്തതുകൊണ്ടാണ് ഈ 2 ബോൾ ഇവിടെ ഉള്ളൂ. ഓരോ വർഷത്തെ ബോളാണ് കേട്ടോ. അവരുണ്ടായിരുന്ന തല്ലിച്ചളക്കി എപ്പോഴേ കളഞ്ഞേനെ. എനിക്ക് ഓണമാകുമ്പോൾ ഡ്രസ്സ് എടുത്തില്ലെങ്കിലും അത്രയും വലിയ വിഷയമില്ല. പക്ഷേ എനിക്ക് പന്ത് അതെനിക്ക് അത്യാവശ്യമാണ് കേട്ടോ. പന്തില്ലെങ്കിൽ എനിക്ക് ഓണത്തിന് ഒരു ഇതുമില്ല. പക്ഷെ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ഏതൊക്കെയോ തികഞ്ഞ ഒരു പ്രതീതിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഇങ്ങനെ പന്തിനോട് ഇത്. അപ്പോൾ ഏട്ടനെല്ലാ കൊല്ലം എനിക്ക് ഓരോ പന്ത് വാങ്ങിച്ചു തരും. അപ്പോൾ ഇത് കഴിഞ്ഞതിന് മുമ്പത്തേതും ഈ കഴിഞ്ഞ വർഷത്തെയാണ് ആ ഒരു വെള്ള ഈ കുഞ്ഞിൻ്റെ ഇരിക്കുന്നതല്ല, അല്ലാതെ ഒരു കുഞ്ഞു ബോളില്ലേ, വെള്ള വരയും കൂടെ ഉള്ളൊരു കുഞ്ഞു ബോൾ. അതിന് മുമ്പൊക്കെ ഉള്ള ബോളാണെങ്കിൽ എൻ്റെ ആങ്ങളുടെ മക്കൾ വരുമ്പോൾ അവന്മാർ കളിക്കാൻ എടുക്കുന്നതാണ്. അപ്പോൾ അവർ വലിയ പിള്ളേരാകുമ്പോൾ ഇങ്ങനെ തട്ടും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതങ്ങ് ചളുങ്ങുമല്ലോ. അങ്ങനെ അതങ്ങ് എല്ലാ വർഷത്തെ പന്തുകൾ പോയി ഞാനിതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് പറക്കി വെച്ചേക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ആങ്ങളെയും പെങ്ങളും കൂടെ എടുത്തുകൊണ്ട് ഇറങ്ങിയേക്കുക പന്ത് കളിക്കാനായിട്ട്. അപ്പോൾ പന്ത് കളിക്കാനും വേണമല്ലോ ആൾ നമുക്ക് മുറ്റത്തല്ലേ. നമ്മുടെ ചക്കിപ്പെണ്ണും അവരുടെ ചേട്ടായും കൂടെ ഭയങ്കര വേഗം. ഞങ്ങളെല്ലാവരും മുറ്റത്തുണ്ട്. നമ്മളിതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവരുടെ കുഞ്ഞിലത്തെ ആ ഇവരുടെ കളിയും ചിരികളും ഒക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ബാല്യവും ഇങ്ങനെ ഓർത്തു പോകും അല്ലേ. ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരൊക്കെ ഇത് വീഡിയോ കാണുമ്പോൾ ഓർക്കുന്നുണ്ടോ? അപ്പം എന്താ പറയുക, നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ആ സന്തോഷങ്ങൾ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ലെങ്കിലും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ എല്ലാവരും മുറ്റത്ത് വന്നിങ്ങനെ ഇരിക്കുക കേട്ടോ. നമ്മുടെ ചക്കിപ്പണ്ണിൻ്റെയും മോൻ്റെയും പന്ത് കളി കണ്ടുകൊണ്ട് എല്ലാവരും മുറ്റത്ത് വന്നിരിക്കുകയാണ്. ഈ പെണ്ണ് ഇങ്ങനെ ചാടി കളിക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക രസം. അത് തന്നെയല്ല, ചക്കിപ്പെണ്ണ് നമ്മുടെ ചേച്ചി പെണ്ണായല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ അവൾക്ക് വേണ്ടായോ ഇല്ലയോ. അപ്പം അങ്ങനെ പന്ത് കളിയിൽ ഇങ്ങനെ ഏർപ്പെട്ട് നടക്കുകയാണ്. ആ വൈകുന്നേരം പോയപ്പോഴാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് ചെടിയിൽ നിന്ന് പൂവെല്ലാം പിച്ച് കളഞ്ഞിട്ട് ഈ പെണ്ണ് പോയത് കേട്ടോ. ഞായറാഴ്ച വൈകിട്ട് അവരങ്ങ് പോയി കേട്ടോ. അവരിവിടെ നിന്നില്ല, വൈകുന്നേരം അങ്ങ് പോയി. പിന്നെ കുഞ്ഞിന് പനിയുണ്ട്, 2 എണ്ണത്തിനും പനിയാണ്. നമ്മുടെ ചെറുതിനും പനിയാണ്, നമ്മുടെ കൊച്ചുമോനും പനിയാണ്. പിന്നെ ഞാൻ തുളസി നീരൊക്കെ പിഴിഞ്ഞ് 2 പേർക്കും കൊടുത്ത് എൻ്റെ മരുന്നൊക്കെ അതൊക്കെയാണ് കൂട്ടുകാരെ കേട്ടോ. എൻ്റെ മക്കൾക്ക് അങ്ങനെ നമ്മൾ വേറെ മരുന്നുകളോ കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ശീലവും ഇല്ലായിരുന്നു, അന്ന് നിവൃത്തിയേ ഇല്ലായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ തുളസി ഇല പിഴിഞ്ഞ് കൊടുക്കുക, പിന്നെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക, ഇല പിഴിഞ്ഞ് വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ട് ആ വെള്ളത്തിൽ കുളിപ്പിക്കുക. അടുപ്പത്തല്ല ചൂടാക്കുന്നത്, വെയിലത്ത് വെച്ച് ഞാൻ ചൂടാക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചെറിയ മരുന്നുകളൊക്കെ ആയിരുന്നു എൻ്റെ മരുന്നുകളൊക്കെ. നമുക്ക് അന്ന് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ അങ്ങനെയൊന്നുള്ള നിവൃത്തിയോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വലുതായിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ കൂട്ടുകാരുടെ അടുത്ത് എപ്പോഴും ഒത്തിരി കഷ്ടപ്പാടുകൾ ഞാനും എൻ്റെ മക്കളും ഞങ്ങൾ അനുഭവിച്ചതാണ്. ഒത്തിരി അനുഭവിച്ചതിന് ശേഷമാണ് ഞങ്ങൾ
ഇങ്ങനെ ഒരുവിധം ഒന്ന് കര കയറിയത്. അപ്പോൾ എൻ്റെ ചക്കിപ്പണ്ട് നിക്കറൊക്കെ പിടിച്ചുകൊണ്ട് വന്ന കണ്ടോ, നിക്കറൊക്കെ പൊക്കി വെച്ചുകൊണ്ട് കാണുമ്പോൾ രസമാണല്ലേ. അപ്പം ഞങ്ങൾ അങ്ങനെ ഒത്തിരിയും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ച് വന്നവരാണ് കൂട്ടുകാരെ. അപ്പം നമുക്ക് ആ ഒരു സാഹചര്യത്തിലൊന്നും അതിനുള്ള മാർഗ്ഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതറിഞ്ഞായിരിക്കാം ദൈവം തമ്പുരാന് നമുക്ക് മക്കൾക്ക് അങ്ങനെ ആപത്തോ കാര്യങ്ങളോ, ഒരു മൂക്കിപ്പനി പോലും അങ്ങനെ വരാറില്ലായിരുന്നു. അത് യാദൃശാലെങ്ങാണോ ഒന്ന് വരും. പിന്നെ ഇരട്ട കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് രണ്ടാൾക്കും ഒരേപോലെ അസുഖം വരും. ഒരാൾക്ക് വന്നാൽ ഒരാൾക്ക് ഉടനെ വരും. ഇങ്ങനെയൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെയും വലിയ ഒത്തിരി എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയും കാത്തിട്ടുണ്ട് കേട്ടോ. കാരണം ദൈവത്തിനും അറിയാം ഞങ്ങളുടെ പുറകിലോ മുന്നിലോ ആരുമില്ല. എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യുമെന്ന്. നമ്മൾ ഏത് വഴിക്ക് തിരിഞ്ഞാലും നമ്മളെ കുറ്റം പറയാൻ കൊണ്ടുകൊണ്ടും അതിനും ഇതിനും മനുഷ്യരെല്ലാം നാല് പാടുമുണ്ട്. പക്ഷേ ഞാനും എൻ്റെ മക്കളും ഒരു നേരം കഴിച്ചെന്ന് പോലും തിരക്കാൻ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. ഒരു നല്ല തുണി ഇട്ട് അതിന് ഏത് തരത്തിൽ അപവാദം നമ്മളെ പറയാം അങ്ങനെ പറയുന്ന മനുഷ്യരായിരുന്നു. അപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങൾക്കൊരു വയ്യാഴിക വന്നാൽ പോലും തിരക്കാൻ ഒരു മനസ്ഥിതി ഉള്ളവർ, അതിപ്പോഴാണേലും അങ്ങനെ തന്നെ, അപ്പോഴാണേലും അങ്ങനെ തന്നെ. പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ മനുഷ്യർ നമ്മളോടൊരു സഹകരണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ അങ്ങനെയല്ലായിരുന്നു നമ്മളെ, എന്താ പറയുക, അത് പറയാൻ പറ്റില്ല കൂട്ടുകാരെ. അങ്ങനെയുള്ള രീതിയിലാണ് നമ്മളെ ആൾക്കാർ കാണുന്നത് എടുക്കുന്നത്. എനിക്കും എൻ്റെ മക്കൾക്ക് അറിയാം ഞങ്ങളുടെ ബുദ്ധിമുട്ടും ഞങ്ങളുടെ പ്രയാസങ്ങളും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അന്ന് മരുന്ന് മേടിക്കാനുള്ള നിവൃത്തികളോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതെ ദൈവം അവരെ നല്ലപോലെ തന്നെ കാത്തു. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വയ്യാഴി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തുളസി നീര് പിഴിഞ്ഞ് കൊടുക്കുക, ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കുക. ഞാൻ ആഴ്ചയിൽ അവർക്ക് ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. ചുക്ക് കാപ്പി നമ്മൾ വാങ്ങിക്കുന്നതല്ല, അല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള എല്ലാ ഐറ്റങ്ങളും ഇട്ട് ഞാൻ തിളപ്പിച്ച് എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും ഇച്ചിരിച്ച് കൊടുക്കും. അത് പനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ആഴ്ചയിലും കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാരണത്താലൊക്കെ ആയിരിക്കാം മക്കൾക്ക് അങ്ങനെ വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ വലുതായണൊക്കെയാണ് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് വരുന്നത്. കുഞ്ഞിലെ അവർക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ 4 പേരും. അപ്പോഴേ എൻ്റെ മൂത്ത കൊച്ചുമോൻ ഒരാളല്ലോ ഉള്ളൂ, മൂത്ത മോൻ ഒരു കുഞ്ഞേ ഉള്ളൂ. അതാണ് നമ്മുടെ കിച്ചുമോൻ. അപ്പം ഞാൻ എപ്പോഴും പറയും, മക്കളെ അവനെ ഇളയത് ഒരു കുഞ്ഞും കൂടെ വേണമെന്ന് പറയുമ്പോൾ അവരെൻ്റെ അടുത്ത് പറയും, അമ്മ ഈ ഒരെണ്ണത്തിനെ തന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല വളർത്താൻ. അമ്മ എങ്ങനെ ഈ 4 പേരെ വളർത്തിയെന്ന് എൻ്റെ മക്കൾ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. മക്കളും മരുമക്കളും ചോദിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ദൈവമേ, അതേപോലെ തന്നെ ആയിരുന്നു. അങ്ങനെ വലിയ കഷ്ടങ്ങളൊന്നും ദൈവം നമുക്ക് തന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു പാട് നമ്മൾ അനുഭവിച്ചിട്ടുമില്ല. എന്ന് വെച്ച് നമ്മൾ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നൊന്നും അല്ല കൂട്ടുകാർ. ഉണ്ടായിരുന്നു നല്ലപോലെ. നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചില മനുഷ്യരുണ്ട്, നല്ല നല്ല മനുഷ്യരുണ്ട്. അവർ നമുക്ക് എന്താഹാരമാണേലും പച്ച ആഹാരങ്ങളാണേലും നമുക്ക് തരും. 100-ൽ 1 പറയുന്ന പോലെ അങ്ങനെ തന്ന വീട്ടുകാരും നമുക്കുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കും. അതേപോലെ പഴയ തുണികൾ ഞങ്ങൾ ഓരോ വീടുകളിൽ പണിക്ക് പോകുന്ന വീടുകളിൽ നിന്ന് ഒത്തിരി തുണികൾ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇടാനൊക്കെ. അപ്പം നമുക്ക് പണിക്ക് പോകുന്ന വീടുകളിൽ നിന്നൊക്കെ അവർ തരുന്ന നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ ഇട്ടുകൊണ്ട് നടന്നാൽ തന്നെ എന്നെ അപവാദമാണ് മനുഷ്യർ പറയുന്നത്. അവൾക്ക് ഇത്രയും വലിയ കൂടിയ തുണികളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഉണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാണ്, അപ്പോൾ അവൾ എന്തോ മോശമായിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണ് നമ്മളെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴും ഞാനും എൻ്റെ കുഞ്ഞുങ്ങൾ ഈ വയലിൽ കിടക്കുന്നു, മനുഷ്യനില്ലാത്തൊരു ഏരിയയിൽ കിടക്കുന്നു. അന്നൊന്നും വെട്ടവും വെളിച്ചവും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ തന്നെയാണ് ഇരുന്നത്. അപ്പോൾ ഒന്ന് പോലും നമ്മളെ തിരക്കാനോ എടുക്കാനോ അത് തിരക്കാനില്ല. എന്തിനേനും കുറ്റം പറഞ്ഞ് കണ്ടെത്താൻ പറയാൻ പോയി ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഓക്കെ, ബൈ.